കെട്ടിട നിർമ്മാണ ഫീസ് കേരളത്തിൽ കുറച്ചു എന്ന ആഘോഷം കഴിഞ്ഞെങ്കിൽ ചില കണക്കുകൾ പറയാനുണ്ട്. ഇപ്പോഴും കുറവല്ല, ഭീമമായ വർധന നിലനിൽക്കുകയാണ് എന്ന ബോധ്യപ്പെടുത്തൽ കണക്കുകൾ സഹിതം തന്നെ പറയാം. കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസത്തിലാണ് ഇങ്ങനെയൊരു വലിയ വർധന, കെട്ടിടം നിർമ്മിക്കുന്ന മനുഷ്യർ കൊടുക്കേണ്ടുന്ന പെർമിറ്റ് ഫീസിലുള്ള വലിയൊരു വർധനവ് കേരളത്തിൽ നിലവിൽ വന്നത്. അത് ഏകദേശം ഓരോ ഇനത്തിലും 3000% വർധനമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ 3 സ്ലാബുകളായിട്ടാണ് ഇതുപോലെയുള്ള റേറ്റുകൾ, ടാക്സുകൾ, പെർമിറ്റ് ഫീകൾ ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതിൽ നിന്ന് വലിയ തോതിൽ കൂട്ടുകയും അതിൽ നിന്ന് വലിയ തോതിൽ കുറക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ആഘോഷം. 50% പെർമിറ്റ് ഫീ കുറച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് നടത്തിയ പ്രസ്താവന. ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാം. ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ പറയാം. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മുൻപിലാണ് നമ്മളുള്ളത്. സാധാരണ ഇതൊരു ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഒരു വീടിന് മുൻപിൽ, എൻ്റെ നാട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വീടിന് ഈ കഴിഞ്ഞ വർധനവ് വരുന്നതിന് മുൻപ് അദ്ദേഹം അടയ്ക്കേണ്ടുന്ന പെർമിറ്റ് ഫീ എന്ന് പറയുന്നത് 325 രൂപയായിരുന്നു. 1000 സ്ക്വയർ ഫീറ്റിന് 325 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം, അഥവാ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഇനിയുള്ള നിരക്ക് എന്ന് പറയുന്നത് 2325 രൂപയാണ്. 325-ൽ നിന്ന് നിലവിൽ കുറച്ചതിന് ശേഷവും ഒരു മനുഷ്യൻ അടക്കേണ്ടത് 2325 രൂപയാണ്. അതിൽ നിന്ന് വർധനവ് ശതമാനത്തിൽ കണക്കിലാക്കിയാൽ 614% വർധനവ് ഇപ്പോഴും നിലവിലുണ്ട്. 50% കുറച്ചതിന് ശേഷവും 614% വർധനവ് നിലവിലുണ്ട്. ഇനി അത് മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിൽ അതേ 325 രൂപയായിരുന്നു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന കേരളത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു വീടിന് നൽകേണ്ടുന്ന പെർമിറ്റ് ഫീ. എന്നാൽ ഇന്നത്, അഥവാ ഈ കുറവ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ അത് 3255 രൂപയാണ്. 900% വർധനവ്. 900% വർധനവ് ഇക്കുറച്ചതിന് ശേഷവുമുണ്ട്. കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് 465 രൂപ കൊടുക്കേണ്ട ഇടത്ത് 3720 രൂപ ഇനി നൽകേണ്ടതുണ്ട്. അഥവാ അവിടെയുമുണ്ട് 700% വർധനവ്. ഇനി 2000 സ്ക്വയർ ഫീറ്റിന്റെയും 3300 സ്ക്വയർ ഫീറ്റിന്റെയും കണക്കുകളാണെങ്കിൽ ഇതിലും വലുതാണ്. 3300 സ്ക്വയർ ഫീറ്റ് ഒക്കെ വെക്കുമ്പോൾ 1328% വർധനവ് ഗ്രാമപഞ്ചായത്തിലും 2043% വർധനവ് മുനിസിപ്പാലിറ്റി പരിധിയിലും നിലവിലുണ്ട്. ഇത് വർധനവ് എന്നല്ലാതെ ഇളവ് എന്ന് നമുക്ക് എങ്ങനെയാണ് വിളിക്കാനാവുക? വലിയ തോതിൽ കൂട്ടിയിട്ട് ലേശം അങ്ങ് കുറച്ചിട്ട് ദേ നിങ്ങൾക്ക് ആശ്വാസമായില്ലേ എന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്ന് മാത്രമാണ് സാധാരണക്കാരന്, കണക്കുകൾ മനസ്സിലാകുന്ന സാധാരണക്കാരന് പറയാനുള്ളത്. ഇനി വോട്ടിന് വിലയുണ്ടോ എന്നും എന്താണ് വോട്ടിന്റെ വിലയെന്നും ചോദിക്കുന്ന സാധാരണ സുഹൃത്തുക്കളോടാണ് വോട്ടിന്റെ വിലയാണ് ഈ കാണുന്നത്. 3000% ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീ ഒറ്റയടിക്ക് കുറച്ച് 2000-ലേക്കോ അല്ലെങ്കിൽ 1000-ലേക്കോ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കുണ്ടായ ഒരു ദിവസത്തിലുണ്ടായ ബോധോദയമല്ല, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനങ്ങളോടുള്ള പുതിയ സമീപനമല്ല, ഭയമാണ്. വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഭയം, വോട്ട് ചെയ്യാതെ പോയ ജനങ്ങളോടുള്ള ഭയം. അഥവാ നിങ്ങളുടെ വോട്ടിലുണ്ട് ഈ നാട്ടിലെ നികുതി എത്രയായിരിക്കണം എന്നതിൻ്റെ തോത്. നിങ്ങളുടെ വോട്ടിലുണ്ട് നിങ്ങളുണ്ടാക്കുന്ന വീട് സുഗമമായി പൊങ്ങണോ വേണ്ടയോ എന്നതിൻ്റെ തോത്. മനസ്സിലാക്കുക. ഏറ്റവും കാര്യക്ഷമമായി കണക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരുടെ സംഘടനയായ LGML തയ്യാറാക്കി പുറത്തുവിട്ട കണക്കുകൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. വായിക്കുക, മനസ്സിലാക്കുക, വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കുക.